വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഈ മരുഭയാത്രയിൽ ഒരു പ്രാവശ്യം കൂടി ഈ നിലയിൽ യൂട്യൂബ് മാധ്യമത്തിലൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ ദൈവ അവസരം തന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ യഥാർത്ഥ ദൈവമക്കളാകുന്നു, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാകുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയാണ്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പദവിയാണ് ദൈവമക്കൾ എന്നുള്ള ആ പദവി. ഇത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾ ആഴമായിട്ട് അറിയുന്നത് നമുക്ക് കൂടുതൽ ധൈര്യം അത് പകരുന്നതാണ്. കാരണം നമ്മുടെ പിതാവ് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തിയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കർത്താവിനെക്കുറിച്ച് അറിയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഭയങ്കര ഭാഗ്യവും സന്തോഷവും പ്രത്യാശയും പകരുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് അല്പസമയം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തളരാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ മുന്നേറുവാൻ പറ്റുന്ന ഒരു ചെറിയ വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം പ്രാപ്തനാകുന്നു. അവിടുന്ന് എന്തിനെല്ലാം പ്രാപ്തനാകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ ഒരു പരിധിവരെയും നമുക്ക് വളരെ സന്തോഷത്തോടെ മുന്നേറുവാനായിട്ട് കഴിയും. പലപ്പോഴും നമുക്കറിയാം, ഇന്ന് ജാതികളായിരിക്കുന്ന ജനങ്ങൾ സേവിക്കുന്ന ദൈവങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ദേവന്മാരുടെ പേരും അങ്ങനെയുള്ള രീതിയിൽ അവരെ ആശ്രയിക്കുന്നതും അവരിൽ പ്രത്യാശ വയ്ക്കുന്നതും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് സകലത്തിലും മതിയായവനാണ്, എല്ലാം അവന് സാധ്യം. ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ദൈവമക്കളോട് പങ്കുവയ്ക്കാം എന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യമാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്ന ഒരു വചനമാണ്. നിങ്ങൾക്ക് അത്രയും വായിച്ചപ്പോൾ തന്നെ വചന പരിചയമുള്ള നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായി കാണും. അത് മറിയത്തെ സന്ദർശിക്കുന്ന വേളയിൽ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ഒരു വാക്കാണ്. അതിങ്ങനെയാണ്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഇവിടുത്തെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. അത് ഗബ്രിയേൽ ദൂതൻ ഇതിനു മുൻപ് സക്കറിയ പുരോഹിതൻ്റെ അടുക്കൽ താൻ ധൂപം കാട്ടും വേളയിൽ തൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ഭാര്യയായ എലിസബത്ത്, നമുക്കറിയാം, നമ്മൾ എലിസബത്തിനെ കുറിച്ച് പറയുമ്പോൾ അതേ ലൂക്കോസ് 1:7 എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. അപ്പോൾ ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. അങ്ങനെ വയസ്സ് എന്നിരുന്ന അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഒരു പൈതൽ എന്നുള്ളത്. അങ്ങനെ അവർക്ക് പൈതൽ ജനിക്കുമെന്നുള്ള സന്ദേശം അറിയിക്കുവാനായിട്ട് ദൈവം ഇതേ ദൂതനെ അയച്ചത്. അപ്പോൾ ഈ ദൂതൻ ചെന്ന് സക്കറിയാവിനോട് നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ഞാൻ ആ ഉത്തരവുമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സക്കറിയാവ് അത് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുവാനായിട്ട് സക്കറിയാവിന് കഴിഞ്ഞില്ല. അപ്പോൾ സക്കറിയാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ലൂക്കോസ് 1:18 വാക്യം. സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നുള്ളമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം താൻ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത് സക്കറിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോക്കണം, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അതിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നോക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ടാണ് വന്നേ.
ദൂതൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് വന്ന് പറയുമ്പോൾ ഇവിടെ സെഖര്യാവിന് അതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാറില്ല. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉത്തരം ലഭിക്കുന്നത്. നോക്കുക, ഇവിടെ ദൈവത്തിൻ്റെ മനസ്സിൽ ഇവിടെ ദൈവം അവർക്ക് പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് തൻ്റെ ദൂതനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച് ഈ സന്ദേശം അറിയിക്കുക. അങ്ങനെ അറിയിച്ചപ്പോൾ സെഖര്യാ പുരോഹിതൻ പറയുന്നത്, ഞാൻ എന്തോന്നിനാൽ അറിയും, കാരണം ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയസ്സിൽ എന്നവളുമല്ലോ. ഉടനെ ദൂതൻ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തിയാവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാതിരിക്കുന്നത് ഒരു വിധത്തിൽ പാപവും ശിക്ഷായോഗ്യവുമായ കാര്യമാണ്. നമ്മൾ വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഈ സെഖര്യാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് എലിസബത്തിനെ കുറിച്ച്, യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ 6-ാം മാസത്തിലാണ് ഇവിടെ മറിയയുടെ അടുക്കൽ അതേ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ കടന്നു വരുന്നത്. അപ്പോൾ മറിയയുടെ അടുക്കൽ വരുമ്പോൾ ഈ ദൂതൻ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ മറിയയോട് വന്ന് പറയുന്നത് അതിൻ്റെ 28-ാം വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഇന്നും നന്മ നിറഞ്ഞവളെ എന്നൊക്കെയാണ് മറിയത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാക്യം, നന്മ നിറഞ്ഞവൻ ഒരുവൻ മാത്രം ദൈവമാണ്. എന്നാൽ ഇന്ന് ഒരു കൂട്ടം ജനങ്ങൾ, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർ നന്മ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വചനം പറയുന്നത് കൃപ ലഭിച്ചവളെ എന്നാണ്, കൃപ ലഭിച്ചവളെ. അപ്പോൾ ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനായിട്ട് ആർക്കെങ്കിലും അധികാരമുണ്ടോ? നമ്മൾ എത്ര വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൃപ ലഭിക്കുക എന്നുള്ളതും നന്മ നിറഞ്ഞവളെന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് എന്തുമാത്രം വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് പലരും അതിലേക്ക് വളരെ നിസ്സാരമെന്ന് കണ്ടുകൊണ്ട് അങ്ങനെ ചൊല്ലുന്നത്. എനിവേ, ഞാൻ അതിലോട്ട് വിശദമായിട്ട് പോകുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ അതേ ദൂതൻ വന്ന് മറിയോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതൊരു ചോദ്യം, ഒരു റീസണബിൾ ആയിരിക്കുന്ന, അത് അവൾക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ദൂതൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരത്തെ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഇത് 6-ാം മാസം. അപ്പോൾ ആ കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അവളുടെ വിശ്വാസത്തെ ദൂതൻ ഒന്നുകൂടെ ഉണർത്തുകയാണ്. ഉടനെ ആ ദൂതൻ തന്നെ പറഞ്ഞു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ പറയുന്ന ഉത്തരമാണ്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അപ്പോൾ ഈ ദൈവത്തിൽ നിന്നും വന്ന ഈ അരുളപ്പാടിനെ മറിയ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരിക്കലും മാനുഷികമായി ചിന്തിച്ചാൽ സംഭവ്യമായ ഒരു കാര്യമല്ല.
കാരണം ഒരു കന്യകയായ മറിയ ഇതാ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണ്, ഗർഭം ധരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതെല്ലാം പ്രവചന നിവൃത്തിയാകുന്നു എന്ന് നമുക്കറിയാം. ഒരു കന്യകയിലൂടെയാണ് ഈ ലോകരക്ഷിതാവ് പിറക്കാൻ പോകുന്നതെന്ന് യേശയ്യാവ് 7:14 നിവൃത്തിയായിട്ടാണ് ഇവിടെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്ന സാരമെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എല്ലാം സാധ്യം. ദൈവത്തിൻ്റെ പ്രോഗ്രാമുകൾ, കാര്യപരിപാടികൾ അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന ദൂതൻ്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചു. അതിൻ്റെ 45-ാം വാക്യത്തിൽ എലിസബത്ത് മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ എന്നെ കേൾക്കുന്ന അനേകരും അങ്ങനെയുള്ള ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലുമാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഈ രക്ഷിതാവിൽ വിശ്വസിച്ച് നിങ്ങളും ഈ ഭാഗ്യ അവസ്ഥയിലേക്ക് കടന്നു വരണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഏകരക്ഷിതാവ് എന്നുള്ള ആ സത്യം നമ്മൾ വിശ്വസിച്ചാൽ ആ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് പാപക്ഷമ. അങ്ങനെ അവർ ഭാഗ്യവാന്മാരായിത്തീരുകയാണ്. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യപദവി ലഭിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം അത് പറയുന്നത് പോലെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇവിടെ ഞാനിത് ഓർപ്പിക്കുമ്പോൾ ഞാൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, അബ്രഹാമിനും വളരെ വൈകിയാണ് ബാത്ത് സന്തതി ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? കണ്ടോ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അപ്പോൾ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇല്ലെന്ന് തന്നെ അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാമിനും മക്കളില്ലായിരുന്നു. മക്കളില്ലായിരുന്ന അബ്രഹാമിന് ദൈവം വാഗ്ദത്തം തൻ്റെ 75-ാമത്തെ വയസ്സിൽ കൊടുത്തതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ നിനക്ക് മക്കളുണ്ടാവും. നിനക്ക് അബ്രഹാം എന്നല്ല അബ്രഹാം എന്ന് പേരാവും. അപ്പോൾ അനേക ജാതികളുടെ പിതാവെന്ന് പേര് മാറ്റി വിളിക്കപ്പെട്ട അബ്രഹാം വർഷങ്ങളായി, നീണ്ട നാളുകളായി കാത്തിരുന്നു. എന്നാൽ മക്കളെ ഒന്നും ലഭിച്ചില്ല. ഇവിടെ ഇതാ 100 വയസ്സാകുമ്പോൾ വീണ്ടും ദൈവം വന്ന് പറയുകയാണ്, നിനക്ക് മക്കളുണ്ടാവും. എന്നാൽ ഈ മക്കളുണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അവിടെ സാറ അത് കേട്ട് ചിരിച്ചെന്ന. നോക്കണം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കാരണം സാറായുടെ ചിന്താഗതിയിലും ഇതൊരിക്കലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. കാരണം അവൾ മച്ചിയായിരുന്നു. നമ്മൾ അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 18-ാം അധ്യായം 9 മുതൽ ഞാൻ വായിക്കാം. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാവും എന്ന് പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടു നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? കണ്ടോ? അപ്പോൾ സാറ വിചാരിച്ചത് ഇതാരും കണ്ടു കാണുകയെന്ന. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം എല്ലാം കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയെല്ലാം കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ നിന്നെല്ലാം അറിയുന്നു. ഇതേ ചിരി ഒരിക്കൽ അബ്രഹാം ചിരിച്ചതാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിൻ്റെ 17-ൻ്റെ
15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നും നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിന്ന് വീണ് ചിരിച്ചു. എന്നിട്ട് പറയും, അവൻ്റെ ഉള്ളിൽ വിചാരിച്ചത് ഇങ്ങനെയാണ്: 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇസ്മയേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തിൽ പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അപ്പോൾ ദൈവത്തിന് വിളിച്ച് വേർതിരിക്കപ്പെട്ട തൻ്റെ ജനത്തെക്കുറിച്ച് കൃത്യതയോട് കൂടിയൊരു പദ്ധതിയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കുക, അപ്പോൾ ഇവിടെ അബ്രഹാമും ഈ വാക്ക് കേൾക്കുമ്പോൾ ചിരിക്കുക ഉണ്ടായി. എങ്ങനെ ചിരി വരാതിരിക്കും? കാരണം രണ്ടുപേരും വൃദ്ധരാ. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അതൊന്ന് ഗ്രഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ തിരുവചനം വായിക്കുമ്പോഴത്തേക്കും അതേ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അരുളിച്ചതുപോലെ തന്നെ ദൈവം അവർ നിവർത്തിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി 21 അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനെ 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകുമോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവത്തിനെല്ലാം സാധ്യം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ യിരെമ്യാ പ്രവചനം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, 32-ാം അധ്യായം അതിൻ്റെ 27, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിൻ്റെ 17-ാം വാക്യം അതേ യിരെമ്യാ 32-ന്റെ 17 വായിക്കുമ്പോൾ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അതല്ലേ സത്യം പ്രിയമുള്ളവരെ? നമ്മുടെ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ പലപ്പോഴും മനുഷ്യൻ വഞ്ചിക്കപ്പെടാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്നറിയാമോ? പലരും വിചാരിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദത്തം ഇല്ല കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ നിരാശരാകാൻ പാടില്ല. ചിലർ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗമുണ്ടാകുകയില്ല. അയ്യോ, എന്തൊരു ഭയങ്കര കാര്യമാണ്! അങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ രോഗമുണ്ടാകുന്നത് പാപം നിമിത്തമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, പാപത്താലല്ലാത്ത രോഗങ്ങളുണ്ട്. പാപവും രോഗത്തിന് കാരണമാകാം. കാരണം നമുക്കറിയാമല്ലോ, കർത്താവ് 38 വർഷമായിട്ട് ആ കിടക്കവേ കിടന്ന ആ വ്യക്തിയോട് കർത്താവ് വീണ്ടും പറയുന്നത്, നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുതെന്ന്. അല്ലേ? നമുക്കറിയാവുന്നൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾക്ക് പാപത്തിൻ്റെ ഫലമായിട്ട് അനേക
പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം, രോഗികളാകാം. എന്നാൽ എല്ലാ രോഗങ്ങൾക്കും പിന്നിൽ പാപമല്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭക്തന്മാരായിട്ടുള്ള എത്രയോ പേർ രോഗികളായി കഴിഞ്ഞ് അല്ല രോഗത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട്. നമ്മൾ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഞാനതിനെ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം എന്ന് വിചാരിക്കുക. എലീശ രോഗിയായി കിടന്നാണ് മരിച്ചത്. അപ്പം നമുക്കറിയാം, ഏലിയാവിനേക്കാൾ ഇരട്ടി ആത്മാവിൻ്റെ ബലം പ്രാപിച്ച് ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്ത ഈ ഏലീശ രോഗിയായിട്ട് കിടന്ന് മരിക്കുകയത് എന്ന് നമ്മൾ 2 രാജാവ് 13:14 അതിൻ്റെ 20 ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ രോഗിയായി കിടന്നു, ആ രോഗത്തിൽ തന്നെ താൻ മരിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് താൻ ഭക്തനല്ല എന്ന് വരുമോ? ദൈവത്തിൻ്റെ വളരെ ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസൻ, ആ ദാസൻ രോഗിയായിട്ടാണ് മരിച്ചത്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദാനിയേൽ, നമുക്കറിയാം, അതിപ്രിയനായ, പ്രിയനല്ല അതിപ്രിയനെന്ന് ദൈവം തന്നെ 3 പ്രാവശ്യം സാക്ഷിച്ച ദാനിയേൽ രോഗിയായി കിടന്നു. നമുക്കറിയാം, ദാനിയേൽ 8:27 താൻ അബോധാവസ്ഥയിലാകുക മാത്രമല്ല, താൻ രോഗിയായി കിടന്നു. വളരെ നാളുകൾ താൻ രോഗിയായി കിടന്നതായിട്ടാണ് ദാനിയേൽ 8:27 നമ്മൾ വായിക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ എന്ന അപരനാമം വിളിക്കപ്പെട്ട യാക്കോബ് രോഗിയായി കിടന്നു. താൻ രോഗിയായി ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ജോസഫ് തൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബിൻ്റെ അടുക്കലേക്ക് വരുന്നതെന്നാണ് നമ്മൾ ഉൽപ്പത്തി 48-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ചിന്തിക്കണേ, ചിന്തനീയമായ കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ ഹിസ്കിയാ രാജാവ് വളരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഡ്യൂട്ടി ചെയ്ത ഒരു രാജാവാണ്. താൻ മരിക്കത്തക്ക നിലയിലുള്ള വലിയ രോഗമുണ്ടായി. ദൈവം തന്നെ വിടുവിച്ചു, എന്നാൽ താൻ രോഗിയായി തീർന്നു എന്ന് നമ്മൾ 2 രാജാവ് 20-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 2 രാജാവ് അതേ കാര്യം യേശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം ഞാനൊരു അറിവിന് വേണ്ടി ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവം തന്നെ സാക്ഷിച്ച ഭക്തനായ ഇയ്യോബ് രോഗിയായി തീർന്നു. നമ്മൾ ഇയ്യോബ് 2:7 വായിക്കുമ്പോൾ തൻ്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ താൻ വ്രണങ്ങളെ കൊണ്ട് നിറഞ്ഞ് താൻ രോഗിയായി തീർന്നു. നോക്കുക, അപ്പോൾ രോഗം ഏതൊരു ഭക്തനും വരാം, രോഗം വരികയില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് വായിക്കുമ്പോൾ എപ്പഫ്രോദിത്തോസ് താൻ വളരെയധികം രോഗം മൂർച്ഛിച്ച് മരണശയ്യയിലേക്ക് എത്തുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാനിടയായി. ആ ഭാഗം കാരണം അത് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിലും അത് വളരെ മഹത്വപൂർണ്ണമായൊരു കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനത്തിലാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ആ ഫിലിപ്പി ലേഖനം 2-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 22 മുതൽ 27 വരെയുള്ള വാക്യം. സ്തോത്രം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 25 മുതൽ 27 വരെ. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. ഇവിടെ പൗലോസ് പറയാണ്, അവൻ ദീനം പിടിച്ച് അവൻ മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. നോക്കണം, ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. അതാണ് എന്നെ വളരെയധികം ഭാഗം വളരെ സ്പർശിക്കാനിടയായത്. പൗലോസ് പറയുന്നത്, അപ്പോൾ ദൈവം അവനോട് മാത്രമല്ല
എന്നോടും കരുണ ചെയ്തു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ നാസിക്കിൽ കർത്താവിൻ്റെ വേല ആരംഭിച്ചപ്പോൾ കർത്താവിനോട് എനിക്കൊരു വിശ്വസ്തനായ സഹോദരനെ ചോദിച്ച് ദൈവം തന്ന ഒരു സഹോദരനാണ് പോൾ പെരേര എന്ന് പറയുന്ന പ്രിയ സഹോദരൻ. ആ സഹോദരൻ താൻ പോലീസിലെ ജോലിയെല്ലാം വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി താൻ അത്യധ്വാനം രാവും പകലും ഒരുപോലെ സാക്ഷിയായി ഓടി നടക്കുക. എന്നാൽ താൻ അൾസറിനാൽ 19 വർഷം താൻ വളരെ പീഡിപ്പിക്കപ്പെട്ടു. ഉമിനീര് പോലും ഇറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി മാറി. തന്നെ വെറും അസ്ഥികൂടമായി മാറി. നിങ്ങളെ ആ ഫോട്ടോ ഞാൻ ഒരിക്കൽ കാണിക്കാം. അങ്ങനെ ഒരു രീതിയിലും തനിക്ക് തൻ്റെ ശരീരത്തിൽ ബ്ലഡില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അനേക നാളുകളായിട്ട് ഈ നിലയിൽ പോകുകയാണ്. അഥവാ ഉമിനീര് ഇങ്ങനെ പോയാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഛർദ്ദിക്കും. അത് എവിടെയെങ്കിലും പച്ച പുല്ലുണ്ടെങ്കിൽ ഉടനെ കരിഞ്ഞു പോകും. അത്രമാത്രം ആസിഡ, ഭയങ്കര അവസ്ഥ. ഇവിടുത്തെ വളരെ ഫേമസ് ആയിരിക്കുന്ന ഡോക്ടർ പ്രമോദ് സിന്ധെ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തെ എൻജിയോഗ്രഫി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ കുടലിലേക്ക് പുള്ളിക്കാരൻ ഒരു ചെറിയ തീരെ ഇതായിരിക്കുന്ന ഒരു കമ്പി ഇട്ടിട്ട് ആ കമ്പി പോലും കടന്നു പോയില്ല. കാരണം അതെല്ലാം ഉണങ്ങി കൊട്ടടയ്ക്ക പോലെ ആയിരിക്കുന്നത് അദ്ദേഹം എന്നെ ആ സ്ക്രീനിൽ കാണിച്ചു. കാറ്റടിച്ച് നോക്കിയിട്ട് കാറ്റ് പോകത്തില്ല, എല്ലാം കംപ്ലീറ്റ് ഉണങ്ങി പിന്നെ ചുരുണ്ടുകൂടി ഒന്നും സാധിക്കാത്ത അവസ്ഥ. ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇദ്ദേഹം ഇനി അങ്ങേയറ്റം പോയാൽ 3 ദിവസത്തേക്കുള്ളിൽ ജീവിക്കുകയില്ല എന്ന് താൻ പറയുകയുണ്ടായി. എന്നാൽ ദൈവം തന്നോട് കരുണ ചെയ്തു. പറയേണ്ട കാര്യങ്ങൾ വളരെ ഗഹനമാണ്. ഞാൻ പറയുന്നത് ദൈവം തന്നോട് മാത്രമല്ല എന്നോടും കരുണ ചെയ്തു. കാരണം അങ്ങനെ ഒരു നല്ല വിശ്വസ്തനായ ഒരു നല്ല കൂട്ടു സഹോദരനെ ഈ യാത്രയിൽ ലഭിക്കുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ വലിയ കരുണ തന്നോട് മാത്രമല്ല, പൗലോസ്ലീഹ പറയുന്നത് പോലെ എന്നോടും ദൈവത്തിന് കരുണ തോന്നി. നാസിക്കിലെ വേല വളരെ വർദ്ധിക്കുവാൻ അത് കാരണമായി തീർന്നു. ഞാൻ ദൈവമക്കളായി എന്നോട് പറയട്ടെ, പലരും എന്നെ കേൾക്കുന്നവരിൽ പലരും തന്നെ ഈ പോൾ പെരേര എന്ന് പറയുന്ന സഹോദരനെ കണ്ടിട്ടുള്ളവരാണ്. കേരളത്തിലെ പലരും ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട്. ഇന്ന് താൻ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. രാവും പകലും കർത്താവിന് വേണ്ടി വീടുകൾ തോറും ഹൗസ് ടു ഹൗസ് ചെന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് താൻ വളരെ ഹെൽത്തിയാണ്. ഇന്ന് 3 അല്ല 4 നേരവും കഴിച്ചാൽ അതെല്ലാം ഡൈജഷനായി ടോയ്ലറ്റിലേക്ക് പോകുന്നു. വളരെ ആരോഗ്യവാനായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ ഞാൻ പറയുന്നൊരു സാരം, നമ്മൾ എത്ര ഭക്തനാണെന്നെങ്കിലും നമുക്ക് രോഗം വന്നുകൂടാ എന്നല്ല, വരാം. എന്നാൽ ദൈവത്തിന് നമ്മളെ സൗഖ്യപ്പെടുത്താനാണെങ്കിൽ സൗഖ്യപ്പെടുത്തും. അല്ല, ആ രോഗത്തോടു കൂടി കർത്താവിനെ സേവിക്കുവാനാണെങ്കിൽ പൗലോസിൻ്റെ സ്വന്തം അനുഭവം തന്നെ, താൻ രോഗിയായിരുന്നു, 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് തൻ്റെ ആ രോഗത്തെ മാറ്റുകയല്ല, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗാവസ്ഥയിൽ ശുശ്രൂഷിക്കുവാൻ തന്നെ ബലപ്പെടുത്തുകയും ചെയ്തത് എന്ന് നമുക്ക് 2 കൊരിന്ത്യർ 12:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അറിയാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിലായതുകൊണ്ട് പിന്നെ എനിക്ക് രോഗം വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിരാശരാകരുതേ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വിവിധ നിലകളിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴെല്ലാം കർത്താവ് അത്ഭുതകരമായി എനിക്ക് വിടുതലും ആശ്വാസവും നൽകി. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട്, അതുകൊണ്ട് ഇനിയും രോഗം ഉണ്ടാകുകയില്ലെന്നോ അല്ല രോഗത്താൽ ഇനിയൊരു മരണം ഉണ്ടാകുകയില്ലെന്നോ ഒന്നും പറയാൻ ആരും കഴിയില്ല. നമ്മൾ ചിന്തിക്കണം. അതല്ലേ പൗലോസ് തന്നെ തിമോത്തിയോസിനോട് എന്താ പറഞ്ഞേ? തിമോത്തിയോസ് രോഗിയായ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നിന്റെ അജീർണ നിമിത്തം നീ അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക എന്ന്. അതിൻ്റെ സാരം, നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, രോഗം ആർക്കും വരാം. എന്നാൽ ആ രോഗത്തിലും തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അവിടത്തേക്ക് എല്ലാം കഴിയും. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് രോഗിയായിരിക്കണം? നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമുക്കത് വ്യക്തിപരമായി ദൈവത്തോട് ചോദിച്ച് ഉത്തരം പ്രാപിക്കാവുന്നതേ ഉള്ളൂ. കാരണം കർത്താവ് സകലത്തിലും നമുക്ക് ഉത്തരം തരും. അവിടെ നിന്ന് നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ടും നിങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ ദൈവം
അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ പ്രാപ്തനാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ അവിടുന്ന് എങ്ങനെയെല്ലാം പ്രാപ്തനാകുന്നു എന്നുള്ള ഒരു വിഷയം അത് നിങ്ങളോടൊന്ന് പറയുവാനാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിന് പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ദൈവം ഉദ്ദേശങ്ങളുടെ ദൈവമാണ്. അതെല്ലാം തൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന കാര്യം മറക്കരുത്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലും താൻ ഒരിക്കലും തൻ്റെ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിരുന്നു. എന്നാലും ആശയ്ക്ക് വിരോധമായി താൻ ആശയോടെ വിശ്വസിച്ചു എന്നാണ് റോമാലേഖനത്തിൽ 4-ാം അധ്യായം 18 മുതൽ വായിക്കുന്നത്. ചിന്തിക്കുക, നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നവനാണ്. അവിടുന്ന് എല്ലാം സമയത്ത് കൃത്യമായി നന്നായി ചെയ്യും. അതുകൊണ്ട് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ദൈവികമായ ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ദൈവം സകലത്തിലും പ്രാപ്തനാകുന്നു എന്ന് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില വാക്കുകളെക്കുറിച്ച് കർത്താവ് സഹായിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ധൈര്യപ്പെടുക, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ട. നമ്മുടെ കർത്താവിനെല്ലാം കഴിയും. അങ്ങനെയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവിടുന്നാണ് നമ്മുടെ പിതാവ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.